നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃത്താലയിൽ കാർഷിക പൂരം 3 ദിവസത്തെ കാർഷിക കാർണിവൽ തുടരുന്നു. ഹരിത പ്രതീക്ഷകളുടെ കാർണിവൽ സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി നാഗലശ്ശേരി വാഴക്കോട് പാടശേഖരത്തിൽ. തൃശൂർ വാണിയമ്പാറയിൽ കള്ള് കയറ്റി വന്ന പിക്കപ്പ് വാൻ ഇടിച്ച് 2 പേർ മരിച്ചു. വാൻ അമിത വേഗതയിലെത്തി കാൽനടയാത്രികരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ ഗുഡ്സ് ഓട്ടോറിക്ഷ ഇടിച്ച് കാൽനടയാത്രക്കാരന് ദാരുണാന്ത്യം. ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി പട്ടാമ്പി എക്സൈസും പോലീസും. ഓഗല്ലൂരിൽ മുറുക്കൻ കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന ഉത്തർപ്രദേശ് സ്വദേശി അറസ്റ്റിൽ. പട്ടാമ്പിയിൽ 150 ഗ്രാമോളം MDMA പിടികൂടിയ സംഭവത്തിൽ പോലീസിന്റെ തന്ത്രപരമായ നീക്കത്തിലൂടെ ഒരാൾ കൂടി പിടിയിൽ. ഒപ്പം പ്രഭാപുരം സ്വദേശിയായ യുവാവിനെ പിടികൂടിയത് ഗോവയിൽ വെച്ച്. വാർത്തകൾ വിശദമായി. തൃത്താലയിൽ ഇനി കാർഷിക പൂരം. 3 ദിവസത്തെ കാർഷിക കാർണിവലിന് തുടക്കമായി. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായാണ് കാർഷിക കാർണിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. കാർഷിക മേഖലയിലെ വ്യത്യസ്ത സംഭവങ്ങൾ കോർത്തിണക്കി ഇനി തൃത്താലയിൽ കാർഷിക പൂരക്കാഴ്ചകൾ. തൃത്താല നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താലയുടെ ഭാഗമായ കാർഷിക കാർണിവൽ ഏറെ ശ്രദ്ധേയമാണ്. 3 ദിവസത്തെ കാർണിവലിന് തുടക്കം കുറിച്ചു. വിഷു, റംസാൻ എന്നിവയോടനുബന്ധിച്ച് മണ്ഡലത്തിലെ കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനവും കാർഷിക മേഖലയിലെ ഉന്നമനവും ലക്ഷ്യമാക്കി മന്ത്രി MP രാജേഷ് മുൻകൈയെടുത്താണ് നാഗലശ്ശേരി പഞ്ചായത്തിലെ വാഴക്കോട് പാടശേഖരത്തിൽ കാർഷിക കാർണിവൽ ആഘോഷിക്കുന്നത്. ആദ്യ ദിനത്തിൽ വിളവെടുപ്പ് മഹോത്സവം, ഉൽപ്പന്നങ്ങളുടെ വിപണനമേള, നാടൻ കലാരൂപങ്ങളുടെ അവതരണം, നാടൻ ഭക്ഷ്യവിഭവമേള, മത്സ്യവിപണനമേള, സാംസ്കാരിക ഘോഷയാത്ര എന്നീ വൈവിധ്യമാർന്ന പരിപാടികളാണ് നടന്നത്. വിളവെടുപ്പ് ഉത്സവം മലബാർ സിമന്റ്സ് ഡയറക്ടർ EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. നാടൻ ഭക്ഷണ വിഭവങ്ങളുടെ മേളയും ലൈവ് ഫിഷ് വിപണനമേളയും കാർണിവലിൻ്റെ മുഖ്യ ആകർഷണങ്ങളാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും വ്യത്യസ്തമാർന്ന പരിപാടികൾ കാർണിവലിൻ്റെ ഭാഗമായി നടക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ദേശീയപാത തൃശൂർ വാണിയമ്പാറയിൽ കള്ള് കയറ്റി വന്ന പിക്കപ്പ് വാൻ ഇടിച്ച് 2 പേർ മരിച്ചു. വാണിയമ്പാറ സ്വദേശി ജോണി, മണിയൻകിണർ സ്വദേശി രാജു എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ 8:30 തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലാണ് അപകടമുണ്ടായത്. വാണിയമ്പാറ കുളത്തിനോട് ചേർന്ന് സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നിടത്ത് വെച്ചായിരുന്നു അപകടം. സർവീസ് റോഡിൻ്റെ പണികൾ നടക്കുന്നതിനാൽ പ്രധാന പാതയുടെ അരികിലൂടെ നടന്നു പോവുകയായിരുന്നു 2 പേരും. ഇതിനിടയിൽ അതിവേഗത്തിൽ വന്ന പിക്കപ്പ് വാൻ ഇരുവരെയും പിറകിൽ നിന്ന് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചുവീണ ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റു. അപകടം കണ്ട് ഓടിക്കൂടിയവർ ചേർന്നാണ് ഇവരെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരും മരണപ്പെടുകയായിരുന്നു. രാജു വനം വകുപ്പിൽ താൽക്കാലിക വാച്ചറും ജോണി ഇലക്ട്രീഷ്യനുമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ പെട്ടി ഓട്ടോറിക്ഷ ഇടിച്ച് കാൽനടയാത്രക്കാരന് ദാരുണാന്ത്യം. പാഴിയാട്ടുമുറി സ്വദേശി കുളങ്ങര വീട്ടിൽ 46 വയസ്സുള്ള ഡേവിസ് ആണ് മരിച്ചത്. ഇന്ന് രാവിലെ 9:30 പാഴിയോട്ടുമുറി സെൻട്രൽ വെച്ചാണ് അപകടമുണ്ടായത്. റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന ഡേവിസിനെ പിറകിലൂടെ വന്ന പെട്ടി ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഡേവിസിനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന ഡേവിസിനെ ടാങ്കിൽ വെള്ളം കയറ്റി വരികയായിരുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷയാണ് ഇടിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓങ്ങല്ലൂർ പോക്കുപടിയിലെ വാടക വീട്ടിൽ നിന്ന് 1.5 കിലോ കഞ്ചാവും 10 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഉത്തർപ്രദേശ് സ്വദേശിയായ യുവാവ് എക്സൈസിന്റെ പിടിയിൽ. മുറുക്കൻ കടയുടെ മറവിൽ കഞ്ചാവ് ഉൾപ്പെടെ ലഹരി ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യുന്ന ഉത്തർപ്രദേശ് സ്വദേശി 24 വയസ്സുള്ള രഘുനന്ദൻ പട്ടേലാണ് അറസ്റ്റിലായത്. ഓങ്ങല്ലൂരിൽ മുറുക്കാൻ കടയുടെ മറവിലാണ് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയിരുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. തുടർന്ന് വിവരമറിയിച്ചതിനെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ഇയാളുടെ പോക്കുപടിയിലെ താമസ സ്ഥലത്തു നിന്ന് 1.5 കിലോ ഉണക്ക കഞ്ചാവും 10 കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. സംഭവത്തിൽ ഉത്തർപ്രദേശ് സ്വദേശി 24 വയസ്സുള്ള രഘുനന്ദനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ആഴ്ചകൾക്ക് മുമ്പും ഇയാളുടെ പെട്ടിക്കടയിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നു.
എക്സൈസ് ഇൻസ്പെക്ടർ എച്ച് വിനുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാം ജോസ്, അനൂപ് രാജ്, നന്ദു, വിജയ്, വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ഉമാ രാജേശ്വരി എന്നിവരും നാട്ടുകാരും പങ്കുചേർന്നു. പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പിയിൽ 150 ഗ്രാമോളം MDMA പിടികൂടിയ സംഭവത്തിൽ പോലീസിന്റെ തന്ത്രപരമായ നീക്കത്തെ തുടർന്ന് ഒരാൾ കൂടി അറസ്റ്റിൽ. കൊപ്പം പ്രഭാപുരം കാരക്കുന്നത്ത് വീട്ടിൽ 24 വയസ്സുള്ള മുഹമ്മദ് ഫായിസിനെയാണ് പട്ടാമ്പി പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഗോവയിൽ വെച്ച് പിടികൂടിയത്. തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് പട്ടാമ്പി പോലീസ് മുഹമ്മദ് ഫായിസിനെ ഗോവയിലെത്തി പിടികൂടിയത്. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ നടത്തുന്ന പ്രത്യേക അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ മുതുതലയിൽ നിന്ന് 11.54 ഗ്രാം MDMAയുമായി മണ്ണേങ്ങോട് സ്വദേശി അക്ബറിനെ പിടികൂടിയിരുന്നു. ഇയാൾക്ക് മയക്കുമരുന്ന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മൊത്തക്കച്ചവടക്കാരനായ മലപ്പുറം അനന്താവൂർ സ്വദേശി ഹാരിസ്, വളാഞ്ചേരി സ്വദേശി അൻസിഫ് എന്നിവരെ പട്ടാമ്പിയിലെത്തിച്ച് പിടികൂടുകയും ഇവരിൽ നിന്ന് 148.15 ഗ്രാം MDMA പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ സംഘത്തിന് ബാംഗ്ലൂരിൽ നിന്ന് മയക്കുമരുന്ന് എത്തിക്കാൻ സഹായം ചെയ്യുന്ന വളാഞ്ചേരി വലിയകുന്ന് സ്വദേശി മുഹമ്മദ് ഫജാസിനെയും പിന്നീട് പോലീസ് പിടികൂടി. പട്ടാമ്പി മേഖലയിലെ ഏജന്റുമാർക്ക് MDMA എത്തിച്ചു നൽകുന്ന ഇവർക്ക് മൊത്തമായി മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ആളാണ് ഇപ്പോൾ പിടിയിലായ മുഹമ്മദ് ഫായിസ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ NSS കരയോഗം ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം താലൂക്ക് NSS യൂണിയൻ ലഹരി ഒഴിവാക്കാൻ നമുക്ക് ഒരുമിച്ച് നീങ്ങാം എന്ന ആശയം മുൻനിർത്തി നടപ്പാക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. ആത്മീയ പ്രഭാഷകൻ കിഴക്കൂട്ട് ഗോപാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച രാവിലെ കരയോഗ മന്ദിരത്തിലാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ആത്മീയ പ്രഭാഷകൻ കിഴക്കൂട്ട് ഗോപാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എവിടേക്കാണ് ഈ കേരളത്തിന്റെ പോക്ക്? ഇന്ന് ഒരു കുട്ടി സ്കൂളിൽ പോയ തീയല്ലേ തീയൻ, ആണായാലും പെണ്ണായാലും മടങ്ങി വരുന്നത്. ഇതല്ലേ സത്യാവസ്ഥ? എവിടെയാണ് നമുക്ക് പാകപ്പെടാൻ പറ്റിയത്? എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ വഷളത്തരത്തിലേക്കും തമ്മാടിത്തരങ്ങളിലേക്കും അധാർമിക പ്രവർത്തനങ്ങളിലേക്കും ലൈംഗിക ചൂഷണങ്ങളിലേക്കും ആരാണ് ഇവരിലേക്ക് തള്ളിവിടുന്നത്? നമുക്കതിലൊരു പങ്കുണ്ടാവും. ഓരോ രക്ഷിതാവും ചിന്തിക്കണം, നമുക്കതിലൊരു പങ്കുണ്ടോ? ആത്മീയമായ ലാളന കൊടുത്തിട്ട് ഏറെക്കുറെ വഷളാക്കുന്ന ഒരു രീതി ഇന്ന് നമ്മുടെ രക്ഷിതാവുണ്ട്. അവരെ പേടിച്ചിട്ടോ എന്താ അറിയില്ല. എവിടെയാണ് നമ്മൾ എത്തുന്നത്? താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റും NSS ഡയറക്ടർ ബോർഡ് അംഗവുമായ കരയോഗം പ്രസിഡന്റ് P. നാരായണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അമ്മാട്ടിൽ വിജയൻ, ട്രഷറർ KP രാധാകൃഷ്ണൻ, രാമചന്ദ്രൻ നായർ, മറ്റ് കരയോഗം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഭവദാസനുണ്ണി മാസ്റ്റർ സ്വാഗതവും TM ഇന്ദിര നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര കാളികാവ് ഉത്രംവിളക്ക് മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും രാവിലെ ആൽത്തറമേളവും നടന്നു. വൈകിട്ടോടെ വിവിധ ദേശ കമ്മിറ്റികളുടെ വേലകൾ ക്ഷേത്രത്തിൽ എത്തി. വൈകിട്ട് ദീപാരാധനയും കേളിപ്പറ്റും ശീവേലിയും ഉണ്ടായിരുന്നു. പാഞ്ഞാൾ അയ്യപ്പൻകാവിലെ ഉത്രംവേല അതിഗംഭീരമായി ആഘോഷിച്ചു. കാട്ടിൽക്കാവ്, നടുത്തറ, പടിഞ്ഞാറ്റുമുറി, ശ്രീപുഷ്കരം എന്നീ 4 വിഭാഗങ്ങളാണ് വേലയുടെ പ്രധാന പങ്കാളികൾ. ആഘോഷത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. വൈകിട്ട് നടന്ന ദേശവേലകളുടെ സംഗമം വർണ്ണാഭമായി.
പെരിങ്ങോട്ടുകുരിശിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിഷു വിപണനമേള പ്രവർത്തനം തുടങ്ങി. മുൻ MLA AV ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. വിഷുവിന് പരമാവധി ആളുകൾക്ക് എന്തെല്ലാം സൗകര്യം ചെയ്ത് കൊടുക്കാൻ കഴിയും അത് മുൻകൂർ ചെയ്യാൻ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഒരു വിഷുചന്ത നടത്തുന്നത്. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. രമണി അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ ബിന്ദു സ്വാഗതം പറഞ്ഞു. കൃഷി ഓഫീസർ ബിന്ദു, പഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് വെങ്കടജലം, CDS അക്കൗണ്ടന്റ് യമുന, സമുന്നതി മെൻഡർ ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ CDS അംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഒറ്റപ്പാലം ചുനങ്ങാട് മുട്ടിപ്പാലം ഷൂട്ടേഴ്സ് ക്ലബ്ബ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാക്കിയ മൈതാനം ഏപ്രിൽ 13 വൈകിട്ട് 5 മണിക്ക് നാടിന് സമർപ്പിക്കും. ചടങ്ങ് മന്ത്രി V. അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാരുണ്യസ്പർശം പുരസ്കാരം P. വേണുഗോപാൽ, സംരംഭക പുരസ്കാരം ജാവദ് ബോഡിയാൻ എന്നിവർക്ക് നൽകും. മദ്യവും മറ്റ് മയക്കുമരുന്ന് മാഫിയകളും യുവാക്കളെ വേട്ടയാടുമ്പോൾ കളിക്കളമാണ് തങ്ങളുടെ ലഹരിയെന്നാണ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മുദ്രാവാക്യം. സ്വന്തമായി ഒരു കളിസ്ഥലം എന്ന ലക്ഷ്യവുമായി നാടാകെ ഒന്നിച്ചു നടത്തിയ അശ്രാന്ത പരിശ്രമത്തിന്റെ വിജയമാണ് മൈതാനം. ആദ്യഘട്ടം 38 സെന്റ് സ്ഥലമാണ് ട്രസ്റ്റ് വാങ്ങിയത്. ഇനിയും മൈതാനത്തിന് സ്ഥലം ആവശ്യമുണ്ട്. അതിനുള്ള പരിശ്രമത്തിലാണ് ട്രസ്റ്റ് ഭാരവാഹികൾ. രണ്ടാം ഘട്ടത്തിൽ ഷട്ടിൽ കളിക്കാനുള്ള സൗകര്യം, ഗാലറി ഉൾപ്പെടെയുള്ള സജ്ജീകരണം എന്നിവ ഒരുക്കും. ചുനങ്ങാട് പ്രദേശത്തെ എല്ലാവർക്കും ഒത്തുചേരുന്നതിനും ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും കായിക വിനോദത്തിലേർപ്പെടുന്നതിനും കഴിയുന്ന പൊതു ഇടമായി ഇത് മാറ്റാനാണ് ലക്ഷ്യം. 75 വർഷത്തിലേറെയായി തുറസായി കിടന്നിരുന്ന പ്രസ്തുത സ്ഥലം നാട്ടുകാർ കായിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും ഉത്സവാഘോഷ പരിപാടികൾക്കും ഉപയോഗിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 വർഷം മുൻപാണ് ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥർ സ്ഥലം വിൽക്കാൻ തീരുമാനിച്ചത്. തുടർന്ന് ചുനങ്ങാട് ഷൂട്ടേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ഒത്തുകൂടി ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങുവാൻ തീരുമാനിക്കുകയായിരുന്നു. 1 ഏക്കർ സ്ഥലം മുഴുവനും വാങ്ങുവാൻ കഴിഞ്ഞില്ലെങ്കിലും മുൻപ് ചെറുപ്പക്കാർ ഫുട്ബോൾ കളിക്കുവാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലം മുഴുവനും വാങ്ങുവാൻ കഴിഞ്ഞു. ക്ലബ്ബും നാട്ടുകാരും ചേർന്ന് വിലയ്ക്ക് വാങ്ങിയ സ്ഥലം നാടിന്റെ പൊതു സ്വത്താക്കി മാറ്റുവാനാണ് ട്രസ്റ്റിന്റെ തീരുമാനം. തുടക്കം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1 ഏക്കർ സ്ഥലം എടുത്തിട്ട് കളിസ്ഥലം നിർമ്മിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിയത്. പക്ഷേ ഞങ്ങൾ ഈ ട്രസ്റ്റ് രജിസ്ട്രേഷൻ അതുപോലുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ നീണ്ടുപോയതുകൊണ്ട് അന്ന് ഉണ്ടായിട്ടുള്ള ആ ഉത്സാഹവും ആവേശവും ഒക്കെ നിലനിർത്താൻ പറ്റിയില്ല. അന്ന് ധാരാളം ഓഫറുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങാനുണ്ടായത് നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ചും ഒറ്റപ്പാലത്തെ പത്രപ്രവർത്തകരുടെ അകമഴിഞ്ഞ സഹായം ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നു. വലിയ തോതിലുള്ള പ്രചരണമാണ് നിങ്ങൾ അന്ന്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഒരുപാട് ഓഫറുകൾ കിട്ടി. പിന്നീട് ഡിലേ ആയപ്പോൾ ആ പറഞ്ഞ പോലുള്ള ഓഫറുകൾ പിന്നീട് ലഭിച്ചില്ല. അതിൻ്റെ ഭാഗമായിട്ട് ആ പ്രവർത്തനങ്ങൾ നീണ്ടുപോവുകയാണ് ചെയ്തത്. എന്തായാലും 38 സെന്റ് സ്ഥലം അവിടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടത്താൻ വേണ്ടി പോകുന്നത്. സംഘാടക സമിതി ചെയർമാൻ K. രാമദാസ്, കൺവീനർ CK അബ്ബാസ്, U. രാജഗോപാൽ, O. സുരേഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വന്ധ്യതാ നിവാരണം ഹോമിയോ ചികിത്സയിലൂടെ വിജയം കൈവരിച്ചവരുടെ കുടുംബസംഗമം ഏപ്രിൽ 18 പാലക്കാട്ട് നടക്കും. 2015 മുതൽ ഇതുവരെ 125 ദമ്പതികൾക്ക് ഫലപ്രദമായ ചികിത്സയിലൂടെ കുഞ്ഞുങ്ങൾ ജനിച്ചതായി ഹോമിയോ DMO ഡോക്ടർ ജ്യോതിക വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മറ്റ് ചികിത്സകൾ പരീക്ഷിച്ചിട്ടും പരാജയപ്പെട്ടവരാണ് ഒടുവിൽ ഹോമിയോയെ ആശ്രയിക്കുന്നതെന്നും DMO പറഞ്ഞു. മറ്റ് ചികിത്സകൾ പരീക്ഷിച്ചിട്ടും പരാജയപ്പെട്ടവരാണ് അവസാനം
ഹോമിയോയെ ആശ്രയിക്കുന്നത്. 2013-2014 വന്ധ്യതാ പരിശോധനയ്ക്കായി ഒരു OP പ്രത്യേക ദിവസമാണ് പ്രവർത്തിച്ചതെങ്കിൽ ഇന്ന് ദിവസവും 2 OP പ്രവർത്തിക്കുന്നുണ്ട്. ഹോർമോൺ വ്യതിയാനം, ശാരീരികക്ഷമത എന്നിവയുൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. കാലതാമസം വരുത്താതെ ചികിത്സ ആരംഭിക്കുന്നതാണ് ഗുണം ചെയ്യുകയെന്നും ഡോക്ടർ ജ്യോതി കെ പറഞ്ഞു. ഈ കുട്ടികളുടെയും ഇവരുടെ മാതാപിതാക്കളുടെയും ഒരു കുടുംബ സംഗമം 18/4/2025 ഏപ്രിൽ മാസം നടത്തുന്നുണ്ട്. ലയൺസ് ക്ലബ് ഹാളിൽ വെച്ചാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട എക്സൈസ് തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ രാജേഷ് MP ഉദ്ഘാടനം ചെയ്യും ചടങ്ങ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ചടങ്ങിൽ നമ്മുടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ MP VK ശ്രീകണ്ഠൻ സാർ അവരെല്ലാം എത്തിച്ചേരാമെന്നും അറിയിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ. നാഷണൽ ആയുഷ് മിഷൻ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സുനിത KS, ഡോക്ടർ ലക്ഷ്മി G കർത്ത, ഡോക്ടർ നിഷ M, ഡോക്ടർ ശിവാനി S എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃത്താലയിൽ കാർഷിക പൂരം, 3 ദിവസത്തെ കാർഷിക കാർണിവൽ തുടരുന്നു. ഹരിത പ്രതീക്ഷകളുടെ കാർണിവൽ സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി നാഗലശ്ശേരി വാഴക്കോട് പാടശേഖരത്തിൽ. തൃശൂർ വാണിയമ്പാറയിൽ കള്ള് കയറ്റി വന്ന പിക്കപ്പ് വാൻ ഇടിച്ച് 2 പേർ മരിച്ചു. വാൻ അമിത വേഗതയിലെത്തി കാൽനടയാത്രികരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ ഗുഡ്സ് ഓട്ടോറിക്ഷ ഇടിച്ച് കാൽനടയാത്രക്കാരന് ദാരുണാന്ത്യം. ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി പട്ടാമ്പി എക്സൈസും പോലീസും. ഓഗല്ലൂരിൽ മുറുക്കൻ കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന ഉത്തർപ്രദേശ് സ്വദേശി അറസ്റ്റിൽ. പട്ടാമ്പിയിൽ 150 ഗ്രാമോളം MDMA പിടികൂടിയ സംഭവത്തിൽ പോലീസിന്റെ തന്ത്രപരമായ നീക്കത്തിലൂടെ ഒരാൾ കൂടി പിടിയിൽ. ഒപ്പം പ്രഭാപുരം സ്വദേശിയായ യുവാവിനെ പിടികൂടിയത് ഗോവയിൽ വെച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.